Hello friends, എൻ്റെ പേര് നിർമ്മൽ. ഇന്ന് നമ്മൾ അൺബോക്സ് ചെയ്യാൻ പോകുന്നത് നോക്കിയയുടെ ഏറ്റവും പുതിയ ഫീച്ചർ ഫോണായ നോക്കിയ 3310 ആണ്. സോ 17 വർഷം മുമ്പേ നോക്കിയ ആദ്യമായാണ് 3310 അനൗൺസ് ചെയ്തത്. അതൊരു വളരെ പോപ്പുലർ ഫോണായിരുന്നു. സ്മാർട്ട് ഫോൺസ് ഇറങ്ങുന്നതിന് മുമ്പായിട്ട് ഏറ്റവും പോപ്പുലർ ഫീച്ചർ ഫോണായിരുന്നു നോക്കിയയുടെ 3310. ഇപ്പോൾ നോക്കിയ എന്ന ബ്രാൻഡ് രണ്ടാമത് റീലോഞ്ച് ചെയ്തിരിക്കുകയാണ്. HMD ഗ്ലോബലാണ് നോക്കിയ എന്ന ബ്രാൻഡ് ഇന്ത്യയിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പോൾ അവർ പഴയ ഒരു പോപ്പുലർ ഫോണായ നോക്കിയ 3310 റീലോഞ്ച് ചെയ്തിരിക്കുകയാണ്. ഡിസൈൻ എല്ലാം അതേപോലെ തന്നെ, ബട്ട് ഇതൊരു ബെറ്റർ ഇവോൾവ് ഡിസൈൻ ആയിട്ട് ആണ് നോക്കിയ 3310 ലോഞ്ച് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതാണ് നോക്കിയ 3310ന്റെ ബോക്സ് പാക്ക്. ഇതിന്റെ പ്രൈസിങ്ങും 3310 ആണ്, അതായത് 3310 രൂപയാണ് ഇതിന്റെ പ്രൈസിങ്ങും. അപ്പൊ ഇത് വെറും ഒരു ഫീച്ചർ ഫോണാണ്. ഇതിൽ കാര്യമായ സ്പെസിഫിക്കേഷൻസോ ആൻഡ്രോയിഡിന്റെ പോലത്തെ ഹാർഡ്വെയർ ഒന്നും ഇതിനകത്ത് വരുന്നില്ല. വളരെ ബേസിക് ആയ കോൾസ്, റേഡിയോ, ഒരു 2 മെഗാ പിക്സൽ ക്യാമറയുണ്ട്. അങ്ങനെ ബേസിക് ഫംഗ്ഷനാലിറ്റി ഒരു സെക്കൻഡറി ഫോണായിട്ട് വേണമെങ്കിൽ ഇതിനെ യൂസ് ചെയ്യാവുന്നതാണ്. അപ്പൊ ഇതാണ് ഇതിന്റെ ബോക്സ് പാക്കിംഗ്. നമ്മൾ ഈ ഫോണിനെ കുറിച്ചാണ് പറയുന്നത്. അപ്പൊ ഇതിന്റെ സ്പെക്സ് കാണാൻ നിങ്ങൾക്ക് 2 മെഗാ പിക്സൽ ക്യാമറയാണ്, LED ഫ്ലാഷ് ഉണ്ട്. പഴയ 3310 LED ഫ്ലാഷ് ഒന്നും ഉണ്ടായിരുന്നില്ല, ക്യാമറ ഉണ്ടായിരുന്നില്ല. ബട്ട് ഇതിന്റെ ഒരു ക്യാമറ വന്നിട്ടുണ്ട്. പിന്നെ ഇതിന്റെ ടോക്ക് ടൈമും സ്റ്റാൻഡ് ബൈ ടൈമും വളരെ നല്ലതാണ്. 222 മണിക്കൂർ ടോക്ക് ടൈമും അല്ലെങ്കിൽ 25.3 സ്റ്റാൻഡ് ബൈ ടൈമും തരുന്നുണ്ട്. അപ്പൊ അതാണ് ഇതിന്റെ ഫീച്ചർ. പിന്നെ സ്നേക്ക് ഗെയിം, അത് വളരെ ഒരു പോപ്പുലർ ഗെയിം ആയിരുന്നു. സ്നേക്ക് ഗെയിം അതിനകത്ത് പ്രീ ഇൻസ്റ്റാൾഡ് ആണ്. പിന്നെ ഓപ്പറ സ്റ്റോർ ഉണ്ട്, FM റേഡിയോ, മൈക്രോ SD കാർഡ് സപ്പോർട്ട് ഉണ്ട്, 32 GB വരെ സപ്പോർട്ടഡ് ആണ്. അപ്പൊ ഇതായിരുന്നു ഇതിന്റെ സ്പെസിഫിക്കേഷൻ. ഇതിന്റെ ബോക്സിന്റെ പ്രൈസ് ചെയ്തിരിക്കുന്നത് 3599 രൂപയാണ് ഇതിന്റെ ബോക്സ് പ്രൈസിങ്. ബട്ട് ബെസ്റ്റ് ബൈ പ്രൈസ് 3310 രൂപയാണ്. ഇത് ഡിഫറെന്റ് കളേഴ്സിൽ വരുന്നുണ്ട്. ഗ്രേ, റെഡ്, യെല്ലോ, പിന്നെ ഒരു ബ്ലൂ വേരിയന്റും വരുന്നുണ്ട്. അപ്പൊ നമ്മുടെ ഇന്ന് അൺബോക്സ് ചെയ്യാൻ പോകുന്നത് യെല്ലോ വേരിയന്റ് ആണ്. ഇത് യെല്ലോ വേരിയന്റ് ആണ്. ഇതൊരു ഡ്യുവൽ സിം ഫോൺ കൂടിയാണ്. നമുക്ക് ബോക്സ് തുറന്നു നോക്കാം. ഏറ്റവും മുകളിൽ തന്നെ നിങ്ങൾക്ക് കാണാം നോക്കിയയുടെ പുതിയ 3310 കാണാം. വളരെ ഒരു ക്യൂട്ടായ ഒരു ഫോണാണ്. പ്ലാസ്റ്റിക് ബിൽഡ് ആണെങ്കിലും നല്ല ഗ്ലോസി ഫിനിഷിംഗ് ഉണ്ട്. ലുക്സ് വൈസ് വളരെ നല്ലൊരു ഫീച്ചർ ഫോണാണ്. പഴയ നോക്കിയ 3310 ഇംപ്രൂവ്ഡ് ഫീച്ചേഴ്സ് ആണ്. അന്നൊരു മാറ്റ് ഫിനിഷ് ആയിരുന്നു ഇവിടെ എല്ലാം. ഡിസൈൻ അതേപോലെ തന്നെ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. കോൾ ബട്ടൺ, എൻ ബട്ടൺ, നടുക്ക് ഹോം ബട്ടൺ നാവിഗേറ്റ് ചെയ്യാനും പിന്നെ ന്യൂമറിക് കീപാഡും എല്ലാം അതേപോലെ തന്നെ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. പിന്നെ നോക്കിയ ബ്രാൻഡിങ്ങും ഇതിൽ വരുന്നുണ്ട്. പിന്നെ ഇതിന്റെ ബോക്സിനകത്ത് വരുന്നത് ഇതിന്റെ ബാറ്ററിയാണ്. 1200 mAh ആണ് ഇതിന്റെ ബാറ്ററി കപ്പാസിറ്റി. പിന്നെ ഒരു ചാർജർ വരുന്നുണ്ട്. ഇത് മൈക്രോ USB ചാർജർ ആണ്. നേരത്തെ ചാർജർ നോക്കിയയുടെ പ്രൊപ്രൈറ്ററി ചാർജർ ആയിരുന്നു. ഇപ്പോൾ ഇത് മൈക്രോ USB ചാർജറാണ് വരുന്നത്. പിന്നെ ഇതിലൊരു ബേസിക് ഇയർഫോൺസും വരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് പാട്ടെല്ലാം കേൾക്കാം. FM റേഡിയോനകത്തുള്ള കാരണം FM കേൾക്കാനായിട്ട് ഇതിൽ ഇയർഫോൺസും പ്രൊവൈഡഡ് ആണ്. പിന്നെ ഒരു ക്വിക്ക് സ്റ്റാർട്ട് ഗൈഡ് വരുന്നുണ്ട് ഇതിനകത്ത്. അപ്പൊ ഇതൊക്കെയാണ് ഇതിന്റെ ബോക്സിലെ കണ്ടൻസ്. നമുക്ക് ഫോണിൽ ബാറ്ററി ഇട്ട് ഇതിന്റെ ഇന്റർഫേസ് ഒക്കെ ഒന്ന് നോക്കാം. ഇതാണ് നോക്കിയ 3310. അപ്പൊ ഇതിന്റെ വേറെ പ്രത്യേകത എന്ന് വെച്ചാൽ 2.4 ഇഞ്ച് QVGA ഡിസ്പ്ലേ ആണ് ഇതിനകത്ത് വരുന്നത്. പിന്നെ ഇതിന്റെ ക്യാമറ നേരത്തെ പറഞ്ഞ പോലെ 2 മെഗാ പിക്സൽ ആണ്. ഒരു LED ഫ്ലാഷും വരുന്നുണ്ട്. പിന്നെ ഇതിന്റെ ബാറ്ററി 1200 mAh ബാറ്ററിയാണ് തരുന്നത്. പിന്നെ ഇതിൽ ഡ്യുവൽ സിം കാർഡ് ഉണ്ട്. അപ്പൊ അതൊക്കെയായിരുന്നു ഇതിന്റെ ഫീച്ചേഴ്സ് എന്ന് പറയുന്നത്. പിന്നെ ഇതിന്റെ OS എന്ന് പറയുന്നത് നോക്കിയ സീരീസ് 30+ ആണ് OS. അപ്പൊ മെനു എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പഴയ പോലത്തെ കാണാം. കോണ്ടാക്ട്സ്, കോൾ ലോഗ്, ഫോട്ടോസ്, സ്നേക്ക് ഗെയിം, പിന്നെ ഇന്റർനെറ്റ്, മൊബൈൽ സ്റ്റോർ, ക്യാമറ, വെതർ, മ്യൂസിക്, ഗെയിംസ് ആൻഡ് ആപ്സ്, റേഡിയോ, വീഡിയോസ്, സെറ്റിംഗ്സിലേക്ക് പോയി കഴിഞ്ഞാൽ പിന്നെ കുറച്ച് വേറെ ആപ്സും ഉണ്ട്. നോട്ട്സ്, കാൽക്കുലേറ്റർ, കലണ്ടർ, ഒരു ഫയൽ മാനേജറും വരുന്നുണ്ട്, കൗണ്ടേഴ്സ്, വോയിസ് റെക്കോർഡർ. അപ്പൊ കുറെ ഫീച്ചേഴ്സ് എല്ലാം പഴയ നോക്കിയ ഫോണിനേക്കാളും വളരെ അധികം ആപ്സ് ഇൻക്ലൂഡഡ് ആണ്. ബട്ട് ഇതൊരു സ്മാർട്ട് ഫോൺ ആയിട്ട് കോമ്പീറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ഫോണല്ല. വെറും ഒരു ബേസിക് ഫോണാണ്. പിന്നെ ഇതിന്റെ വലിയൊരു ഡ്രോബാക്ക് എന്ന് പറഞ്ഞാൽ ഇത് വെറും 2G സപ്പോർട്ടഡ് ആണ്. അപ്പൊ ഇപ്പോഴത്തെ 3G, 4G LTE അങ്ങനത്തെ ഒരു ഫീച്ചറും ഇതിനകത്ത് വരുന്നില്ല. വെറും 2G, അതായത് എഡ്ജ് ആണ് ഇതിൽ സപ്പോർട്ട് ചെയ്യുന്നത്. പിന്നെ നമുക്ക് ഇതിന്റെ ക്യാമറ ഒന്ന് നോക്കാം. ഇത് 2 മെഗാ പിക്സൽ ക്യാമറയാണ്. നിങ്ങൾക്ക് കാണാം വളരെ സിമ്പിളായ ഒരു ഇന്റർഫേസ് ആണ്. കാര്യമായ ഫീച്ചേഴ്സും തരുന്നില്ല. ഫോട്ടോസ് ഫ്ലാഷ് ഓൺ ചെയ്യാം, ബ്രൈറ്റ്നെസ്, ഇമേജ് എഫക്ട്സ് വേണമെങ്കിൽ ചെയ്യാം. പിന്നെ സീൻ മോഡ്സ്, ബേഴ്സ് മോഡ്സും ബേസിക് ഫംഗ്ഷനാലിറ്റി എല്ലാം തന്നിട്ടുണ്ട്. അപ്പോൾ ഇതൊരു ക്യാമറ ഫോണായിട്ടൊന്നും യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഫോണല്ല. പിന്നെ നിങ്ങൾക്ക് സെക്കൻഡറി ആയിട്ട് ഒരു കോളിന് മാത്രം ഒരു ഫോൺ വേണം എങ്കിൽ ഇതൊരു നല്ലൊരു ഇൻവെസ്റ്റ്മെന്റ് ആയിരിക്കും 3310 രൂപയ്ക്ക്. ബട്ട് ഒരു പ്രൈമറി ഫോണായിട്ടോ അല്ലെങ്കിൽ ഈവൻ സെക്കൻഡറി ഫോണായിട്ട് യൂസ് ചെയ്യാൻ
അത്ര ഒരു ഫംഗ്ഷനാലിറ്റി ഒന്നും തരുന്ന ഫോണല്ല. ബട്ട് ഇതിന്റെ ഒരു ലുക്സ് ആണ് ഇതിന്റെ ഏറ്റവും പ്രധാനം. പിന്നെ ഇതിന്റെ ഒരു നൊസ്റ്റാൾജിക് ഫീലിംഗ്, അതായത് ഒരു പഴയ നോക്കിയ 3310 പുതിയ വേർഷൻ ഇറങ്ങുമ്പോൾ മേടിക്കാനുള്ള ഒരു നൊസ്റ്റാൾജിക് ഫീൽ മാത്രമാണ് ഇതിന് തരുന്നത്. അപ്പോൾ ഇതായിരുന്നു ഇതിന്റെ ഇന്റർഫേസ്. നല്ല ബിൽഡ് ക്വാളിറ്റിയാണ് തരുന്നത്. ഒരു പ്ലാസ്റ്റിക് ഫിനിഷിംഗ് ആണെങ്കിലും നല്ല ഗ്ലോസി ഫിനിഷിംഗ്, കയ്യിൽ വളരെ കോമ്പാക്ട് ഫോണാണ്, ഡ്യുവൽ സിം കാർഡും ഉണ്ട്. അപ്പോൾ ബേസിക് ഫംഗ്ഷനാലിറ്റി എല്ലാം തരുന്നുണ്ട്. പിന്നെ കോൾസും ചെയ്യാം, പിന്നെ FM റേഡിയോ, മ്യൂസിക്, 32 GB സ്റ്റോറേജ് ഉണ്ട്. അപ്പം നിങ്ങൾക്ക് ഒരു SD കാർഡ് ഇട്ട് 32 GB യൂസ് ചെയ്യാവുന്നതാണ്. ബേസിക് ഇന്റേണൽ സ്റ്റോറേജ് ഒന്നും വരുന്നില്ല, 16 MB മാത്രമാണ് സ്റ്റോറേജ് വരുന്നത്. ബട്ട് ഇതിനകത്ത് ഒരു SD കാർഡ് ഇടാവുന്നതാണ്. SD കാർഡ് ഇട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിനകത്ത് പാട്ടെല്ലാം ഉണ്ടെങ്കിൽ അത് പാട്ട് വെച്ച് 3.5mm ഓഡിയോ ജാക്ക് വരുന്നുണ്ട്, അപ്പോൾ അത് വെച്ച് പാട്ട് കേൾക്കാവുന്നതാണ്. മുകളിലാണ് ചാർജിങ് സ്ലോട്ട്. അപ്പോൾ ഇതായിരുന്നു നോക്കിയ 3310. അപ്പോൾ നിങ്ങൾക്ക് ഒരു സെക്കൻഡറി ഫോണായിട്ട് യൂസ് ചെയ്യാവുന്ന ആവശ്യമുണ്ടെങ്കിൽ ഒരു ആവറേജ് ഇൻവെസ്റ്റ്മെന്റ് എന്ന് ഇവിടെ പറയാം. വളരെ നല്ലൊരു ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയാൻ പറ്റില്ല, കാരണം 3310 രൂപയ്ക്ക് ഇപ്പോൾ ആൻഡ്രോയിഡ് ഫോൺസും ലഭ്യമാണ്. അപ്പോൾ അതെല്ലാം നോക്കുകയാണെങ്കിൽ 4G ആൻഡ്രോയിഡ് ഫോൺസും 3500 രൂപയ്ക്ക് കിട്ടുന്നതാണ്. അപ്പോൾ അത് നോക്കുകയാണെങ്കിൽ ഇതുകൊണ്ട് വലിയ പേർപ്പസ് ഒന്നും സെർവ് ചെയ്യുന്നില്ല. ബട്ട് ഇതൊരു നൊസ്റ്റാൾജിക് ഫീലിംഗ് ആയിട്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് മേടിക്കാവുന്നതാണ്. നല്ലൊരു ഭംഗിയുള്ള ഒരു ക്യൂട്ട് ലുക്കിംഗ് ഫോണായിട്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ അത്രേ ഇതിനകത്ത് ഫീച്ചേഴ്സ് പറയാവുന്നുള്ളൂ. അപ്പോൾ നോക്കിയ 3310 ഇപ്പോൾ മാർക്കറ്റിൽ ലഭ്യമാണ്. 4 കളേഴ്സിൽ അവൈലബിൾ ആണ്. അപ്പോൾ നിങ്ങൾക്ക് ഇത് ഫോൺ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങൾ നിയറസ്റ്റ് ഡീലറെ കണ്ട് ഇതുവരെ മേടിക്കാവുന്നതാണ്. ഇത് ഓഫ്ലൈനുള്ളിൽ മാത്രമേ വരുന്നുള്ളൂ. പിന്നെ ഇത് നോക്കിയൻ്റെ ഫീച്ചർ ഫോണിൽ വരുന്ന സീരീസ് 30 ആണ് ഇതിൻ്റെ OS വരുന്നത്. അപ്പോൾ ഇതായിരുന്നു ഇതിൻ്റെ അൺബോക്സിങ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ബട്ടൺ അടിക്കുക. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മൾ പുതിയ കുറേ വീഡിയോസും ഇടുന്നതാണ്. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്. ഹോപ്പ് ടു സീ ഇൻ അവർ നെക്സ്റ്റ് വീഡിയോ. ഹാവ് എ ഗ്രേറ്റ് ഡേ.